വെൽക്കം ബാക്ക് ടു മൈ കറി വേൾഡ്. കേരള സദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് കറികൾ ഓടിയെത്തും ഇല്ലേ? അങ്ങനെ എല്ലാ വിഭവങ്ങളും കൂട്ടി നമ്മൾ സദ്യ കുശാലായി ഊണ് കഴിച്ച് അവസാനം കുറച്ച് തൈരും അച്ചാറും കൂടി കൂട്ടി കഴിച്ചാലാണ് സദ്യ പൂർണ്ണമാവുള്ളൂ അല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഈ മാങ്ങാക്കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. സാധാരണ സദ്യ ഉണ്ടാക്കുമ്പോൾ ചില കറികളൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കും. അത് പിറ്റേ ദിവസം വിളമ്പുമ്പോൾ വളരെ ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറികളിൽ പെട്ടതാണ് മാങ്ങാക്കറി. പക്ഷേ ഒരു ദിവസത്തെ കൂടുതൽ ഒരിക്കലും പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഒരിക്കലും സ്പൂണിട്ട് എടുത്ത് വെക്കരുത് കേട്ടോ, കെമിക്കൽ റിയാക്ഷൻസ് വരും. അപ്പോൾ നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മാങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ. അത് എനിക്ക് നല്ലൊരു മാങ്ങ കിട്ടി ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പോൾ ശരിക്കും മാങ്ങ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് മാങ്ങ കിട്ടാനൊക്കെ കുറച്ച് പാടായിരിക്കും. പക്ഷേ എനിക്ക് നല്ലൊരു മാങ്ങ കിട്ടി. അതിന് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ, നല്ല സൈസുള്ള ഒരു മാങ്ങയാണ്. കാണുമ്പോൾ അത്യാവശ്യം മൂത്ത മാങ്ങയാന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. മുറിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ചിലപ്പോൾ നമുക്ക് എല്ലാം മൂക്കാത്ത മാങ്ങയും കിട്ടും. മൂത്ത മാങ്ങയും കൊണ്ട് ചെയ്യുമ്പോഴാണ് അച്ചാറുകൾക്ക് എത്രയായാലും നല്ല ടേസ്റ്റ് കൂടുതൽ. മൂക്കാത്ത മാങ്ങയെ കിട്ടിയെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ നല്ല കുറച്ചും കൂടി നല്ല പുളി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പുളി അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര വേണമെങ്കിൽ ചിരണ്ടിയിടാം. അപ്പോൾ ഇതിൽ എനിക്ക് കാര്യമായിട്ട് പുളി ഉണ്ടാവും തോന്നില്ലേ. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പം ഞാൻ മാങ്ങയെല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മൂത്ത മാങ്ങയെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നല്ലോണം ചെനഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് മാങ്ങ. ഇങ്ങനത്തെ മാങ്ങയും കൊണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കി. അത്യാവശ്യം പുളിയുണ്ട്, അത്യാവശ്യം മധുരമുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങയാണ്. അതുപോലെ ഇതിൻ്റെ തോലുണ്ടല്ലോ, തോലിന് ബലമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തോലൊന്നും കളയണില്ല. ചില മാങ്ങകളുടെ തോല് ഭയങ്കര ഖനായിരിക്കും. അങ്ങനത്തതാവുമ്പോൾ നമ്മൾ ഈ തോലൊക്കെ ചെത്തിക്കളയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് ഭയങ്കര കയ്പ്പായിരിക്കും, പിന്നെ ടേസ്റ്റും കാണില്ല. ഇപ്പം ഞാൻ വളരെ ഖനം കുറച്ചിട്ട് എങ്ങനെ അരിഞ്ഞതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ മാങ്ങയെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ഖനം കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കണതെന്ന്. അങ്ങനെ തന്നെ അരിയാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോഴേ നമ്മളുടെ ഉപ്പും മുളകും എരിവെല്ലാം അതിൽ നന്നായി പിടിക്കുള്ളൂ. നല്ല ഖനം കുറഞ്ഞ് വേണം അരിയാൻ വേണ്ടിയിട്ട്. നമ്മൾ സദ്യയിലൊക്കെ കണ്ടിട്ടുണ്ടാവും വളരെ തിന്നായിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളായിരിക്കും അതിൽ കാണാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ മുളക് പൊടിയൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട്, ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഉലുവ കുറച്ച് വറുത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കറികളിൽ പൊടിച്ച് ചേർക്കാം. അതുപോലെ അത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത്. ഉലുവ ഒരിക്കലും കൂടരുത്, നല്ലോണം കഴിച്ചു പോകും അച്ചാർ ഉലുവ കൂടിക്കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരും. മാങ്ങാക്കറിയിൽ നിന്ന് ശരിക്കും വെള്ളമൊക്കെ ഇറങ്ങി വരും. ഒരു 2-3 മണിക്കൂർ ഒന്ന് നന്നായി അടച്ചു വെക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ലോണം മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. പുളിയുടെ അനുസരിച്ചിട്ടാണ് നമുക്ക് വെള്ളം കൂടിയും കുറഞ്ഞും വരിക. ഇപ്പം ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ മാങ്ങയിൽ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. കുറച്ച് പുളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് കാരണമാണ്. അത് കുറച്ചും കൂടി നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ലോണം വെള്ളം വരും. ഇപ്പോൾ ഇനി വെള്ളം കുറവാണ് നിങ്ങൾക്ക് മാങ്ങ മുറിച്ചപ്പോൾ കിട്ടിയതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ചെറുതായിട്ട് ചൂടുവെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് ഈ ഒരു പരുവാക്കി വെച്ചാൽ മതി കേട്ടോ. ഇപ്പം നമ്മളുടെ മാങ്ങാക്കറിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. നല്ലെണ്ണ എണ്ണ ചേർക്കാൻ ശ്രമിക്കണം, വെളിച്ചെണ്ണയല്ല. അപ്പോഴാണ് ശരിക്കും അച്ചാറുകളുടെ ഒരു ടേസ്റ്റ് വരുള്ളൂ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു നിറച്ചൊരു ടേബിൾ സ്പൂൺ കടുക് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് നന്നായിട്ട് ചൂടായി പൊട്ടി തുടങ്ങട്ടെ. ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നന്നായി പൊട്ടി തുടങ്ങണം, കരിയാൻ പാടില്ല ഒരിക്കലും. ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും അച്ചാറിൻ്റെ. അപ്പോൾ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില മസ്റ്റാണ്. അത് നല്ല ഒരു മണം തരുന്നതാണ് നമ്മുടെ അച്ചാറുകൾക്കൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മളുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലയും ചേർത്തു. ഇനി ഇതങ്ങനെ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം മാങ്ങാക്കറിയിലേക്ക് തട്ടിക്കൊടുക്കാം. നന്നായിട്ട് തട്ടിക്കൊടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം.
ഇപ്പം എന്താന്ന് വെച്ചാൽ ആ ഒരു എണ്ണയുടെ ചൂടിൽ തന്നെ ആ മുളക് പൊടിയും ഒക്കെ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ പൊടികളും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കും. ഒരുപാടല്ല, ഒന്ന് ചെറുതായിട്ട് ആ എണ്ണയുടെ ചൂടിൽ അത് മൂക്കും. പിന്നെ നമുക്കതങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ തൈരും ചോറും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പിടി പിടിക്കാൻ തോന്നുന്നില്ലേ? 1-2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അച്ചാർ കുറേ ദിവസം കേടുവരാണ്ട് സൂക്ഷിക്കാം. ഒന്ന് നനഞ്ഞ സ്പൂൺ ഇട്ടിട്ട് ഒരിക്കലും അച്ചാർ എടുക്കരുത്. പിന്നെ നനവുള്ള കുപ്പികളിലാക്കി സൂക്ഷിക്കരുത്. ഇങ്ങനെ തന്നെ കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം. കുറച്ച് നേരം കൂടി, ഒരു 2 മണിക്കൂറും കൂടി നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ആ ഉപ്പും മുളകും ആ കടുകിൻ്റെ എല്ലാ ടേസ്റ്റും അതിലേക്ക് ശരിക്കും ഇറങ്ങട്ടെ. അതിനുശേഷം നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ സദ്യ സ്റ്റൈൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത്. അപ്പോൾ വേറൊരു സദ്യ വിഭവമായി വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.